എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരു അനുഗ്രഹം ദൈവം ചൊരിയട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഇതിനെ ആധാരമായി 2 കൊരിന്ത്യർ ലേഖനം അതിലെ 2-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. ഇതിലെ ഒരു തലക്കെട്ട് കൊടുക്കുന്നുവെങ്കിൽ ഇതിനെ തന്നെ അല്പമായിട്ട് ചുരുക്കിയിട്ട് പറയാം. നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവം. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യൻ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒത്തിരി നേട്ടങ്ങൾ നേടി അങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് നമുക്കുള്ളത്. എങ്കിലും നമ്മൾ പൊതുവെ സമൂഹത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നാൽ ചില വ്യക്തികളോട് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പലരും പല കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥരാണ്, നിരാശരാണ്. അത് നമ്മൾ കാര്യങ്ങൾ നിങ്ങൾക്കും നന്നായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്ന ആശയം, പലരുടെ ജീവിതത്തിൽ ഇതുപോലെ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളവരാ, പക്ഷെ അവരുടെ നീറുന്ന പല പ്രശ്നങ്ങളിലൂടെ അവരുടെ സമാധാനം നഷ്ടപ്പെട്ട് നിരാശയിൽ കൂപ്പുകുത്തിയ അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവമുള്ളവരുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ദൈവം ഒരുവനിൽ വസിക്കുന്നുവെങ്കിൽ അവൻ്റെ ജീവിതം പരാജയമായി തീരുകയില്ല. പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് ദൈവത്താൽ അതൊരു അനുഗ്രഹമായി തീർന്നു എന്ന് പറയത്തക്ക നിലയിൽ ഒരു സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. നാം പറഞ്ഞു വന്ന കാര്യം നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തെക്കുറിച്ചിട്ടുള്ള ഭാഗമാണ്. ഈ പല ജയങ്ങളും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കുഞ്ഞുങ്ങളുടെ ഇടയിൽ നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർ നല്ല വിജയം ലഭിക്കുന്നു, അവർ ഫുൾ A+ വാങ്ങിക്കുന്നു, ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്നു, റാങ്കുകൾ വാങ്ങിക്കുന്നു. അങ്ങനെ ഉന്നതമായ വിജയങ്ങളൊക്കെ പ്രാപിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ തന്നെ 50-ൽ 17.5 മാർക്ക് കിട്ടി അതിന് എബോവ് ആയിട്ട് നിൽക്കുന്ന സാധാരണ ജയം ഉള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഉന്നതമായ വിജയം ലഭിച്ചവരും അവർ പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ അവർ കരിയറിൽ അവർ വിജയിച്ചോ എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടിടയാകും. അപ്പോൾ എല്ലാവർക്കും ഒരു വിജയം എന്ന് പറയുന്നത് താൽക്കാലിക വിജയങ്ങളാണ് എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പലരും നല്ല ജോലി ലഭിച്ചു, അതുപോലെ നല്ല ബിസിനസ് തുടങ്ങി, അതിൽ ഉയർച്ചകളും വളർച്ചയും ഒക്കെ ഉണ്ടായി. അങ്ങനെ അവരുടെ ജീവിതത്തെ നമ്മൾ പറയും അവരുടെ ജീവിതം വിജയിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ഉന്നത സ്ഥാനങ്ങളിലെത്തി നല്ല ഒത്തിരി നേട്ടങ്ങൾ അവർ നേടുവാനിടയായി, ഒത്തിരി സമ്പാദിക്കുവാനൊക്കെ ഇടയായി തീർന്നു. അവരെ നോക്കി നമ്മൾ പറയും അവർ വിജയിച്ചവരെന്ന്. കളിക്കളത്തിൽ നോക്കിയാലും ഇപ്രകാരം തന്നെ. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്നവരുടെ ഗ്രൂപ്പായിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാനായിട്ട് കഴിയും. ഒറ്റയ്ക്ക് മുന്നിലോടിയവരാണ് വിജയിക്കാനായിട്ട് ഇടയായി തീരുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിജയിക്കാനായിട്ട് അതിൽ കഴിയുകയില്ല. എന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നന്നായി ഓടുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ കാര്യം. പിന്നീട് നമുക്ക് ഗ്രൂപ്പായിട്ട് ഉള്ള വിജയത്തെക്കുറിച്ച് ഫുട്ബോളൊക്കെ ഒന്ന് ഉദാഹരണം എടുക്കാം. ഫുട്ബോളിലൊക്കെ 1.5 മണിക്കൂറിൻ്റെ കളിയാണെങ്കിൽ 3, 4 അല്ലെങ്കിൽ 2, 3 ഗോളുകൾക്ക് തോറ്റു നിൽക്കുന്നു എങ്കിലും അവസാന സമയത്ത് മാത്രമേ തോറ്റു എന്ന് പറയാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ടീമിന് ജയിച്ചു എന്നും തോറ്റു എന്ന് പറയുന്നത് അവസാന നിമിഷങ്ങളിൽ ഇതൊക്കെ തിരിച്ചടിച്ച് ഒരു ലീഡ് ഉണ്ടായാൽ ആ തോറ്റു നിന്നിരുന്ന ടീം വിജയിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. അവർ വിജയിച്ചവരായിട്ട് മാറുവാനായിട്ട് ഇടയാം. വ്യത്യസ്തമായ ഒരു നിലകളുണ്ട്. അപ്പോൾ ഈ അവസാന നിമിഷം വരെയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ അവസാന നിമിഷങ്ങൾ, ഇന്ന് നമുക്ക് ചിലപ്പോൾ തോറ്റു നിൽക്കുന്നവരായിരിക്കാം, ചിലപ്പോഴത്തേക്ക് ചില തകർച്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നവരായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു മുന്നിൽ കുറച്ച് ദിവസങ്ങളുണ്ട്, ചില നാളുകളുണ്ട്, സമയങ്ങളുണ്ട്. അതിലൊക്കെയും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നാം ശുഭകരമായ നിലകളിലേക്ക് വരുവാനായിട്ട് ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് നിരാശരാവുകയല്ല, മുന്നിലുള്ള ദിവസങ്ങൾ വളരെ ഉത്സാഹത്തോടെ ശുഭകരമായ നിലകളിൽ ചിന്തിച്ച് മുന്നോട്ട് പോകുവാനായിട്ടിടയാകണം. ഇവിടെ നിരാശ വരുവാനായിട്ടിടയാകരുത്. വേറൊരു വിജയത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് കണ്ടത്,
രാഷ്ട്രീയക്കാരുടെ വിജയമാണ്. ആ വിജയം എന്ന് പറയുന്നത് അയാളല്ല തീരുമാനിക്കുന്നത്, മറ്റുള്ളവരാണ് അയാൾക്ക് വോട്ട് ചെയ്ത് അയാൾ വിജയിക്കുവാനായിട്ടിടയാകുന്നത്. ഇവിടെ എനിക്കൊരു ചെറിയൊരു സന്ദേശം പറയാനായിട്ടുള്ളത്, നമ്മുടെ ചുറ്റുപാടുകൾ മറ്റുള്ളവരിലൂടെ ഒരു ജയമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ മുഖാന്തരം, നമ്മുടെ സഹോദരങ്ങൾ മുഖാന്തരം, നമ്മുടെ സ്നേഹിതന്മാർ മുഖാന്തരം, അതെല്ലാം നമ്മുടെ അയൽവക്കക്കാർ മുഖാന്തരം ഒരു ജയം ഒക്കെ ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഒരു പ്രത്യേകമായ ഒരു മറ്റുള്ളവരിലൂടെ നമുക്കൊരു അനുഗ്രഹം, ഒരു ആശീർവാദം, ഒരു ഐശ്വര്യം നമുക്കുണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് മനുഷ്യൻ തന്നിലേക്ക് തന്നെ ചുരുങ്ങാതെ മറ്റുള്ളവരിലൂടെ ഒരു നന്മയും അനുഗ്രഹവും ആമേൻ ഒരുക്കുന്നു എന്ന് നമുക്കിതിലൂടെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. രാഷ്ട്രീയക്കാരെ കുറിച്ച് ആണല്ലോ നമ്മൾ ചിന്തിച്ചത്. ഇതുപോലെ തന്നെ നമുക്ക് രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മൾ വിജയിക്കുന്ന ഒരു അനുഭവം കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ജയിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്? മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചു, അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ ജയിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ ചിന്ത വരുവാനായിട്ട് ഇടയാകും. ഒരു രാജ്യത്തെ ആയുധങ്ങൾ കൊണ്ട് അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ജീവനുകളെ അനേകരെ കൊലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജയം ആവശ്യമാണ്. നമ്മുടെ ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് രാജ്യത്തിൻ്റെ നിലനിൽപ്പിനോടുള്ള ബന്ധത്തിൽ, ദേശത്തോടുള്ള സ്നേഹത്തോടുള്ള ബന്ധത്തിൽ അപ്രകാരം ചെയ്യേണ്ടതായിട്ട് സാഹചര്യങ്ങൾ കടന്നു വരാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ നമ്മൾ വ്യത്യസ്തമായ വിജയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനിടയായിത്തോന്നും. ഇവിടെ നമ്മൾ വായിച്ച ഭാഗം നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ജയോത്സവം ഉണ്ടാകണമെങ്കിൽ ഒരു ജയം നമുക്ക് മുൻപേ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ മാത്രമേ ജയോത്സവമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നമുക്ക് ക്രമീകരിക്കാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ ഒരു ജയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ചിന്തിക്കുവാനായിട്ട് ഇടയാകും. ജയം എന്ന് പറയുന്നത് ഒരുവൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും, അതുപോലെ തന്നെ അഭിവൃദ്ധിയും, ഒരു ഉയർച്ചയും ഒരു മാന്യതയും നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു ജയകരമായ ഒരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആദ്യം മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. അല്ലെങ്കിൽ ജയോത്സവം എന്ന ബന്ധത്തിൽ നമ്മൾ വായിച്ച വാക്യത്തിനോടുള്ള ബന്ധത്തിൽ ജയോത്സവത്തിന് ഒരു ജയം അനിവാര്യമാണ്. നമ്മൾ വായിച്ചത് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ വാക്യത്തിലെ 2 കൊരിന്ത്യയിലെ 2:14 വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ തന്നെ പൗലോസ് മറ്റൊരു ഭാഗത്ത് കൊലോസ്യർക്ക് എഴുതിയ 2:15 വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഒരു ശത്രുവിനെ കീഴ്പ്പെടുത്തി ജയമെടുത്തതും അപ്പോൾ തന്നെ ജയോത്സവം കൊണ്ടാടുന്നതിനെ കുറിച്ചുമുള്ള ഒരു ഭാഗമാണ് കൊലോസ്യ ലേഖനം 2:15 വാക്യത്തിൽ, ഒറ്റ വാക്യത്തിൽ പൗലോസ് എഴുതുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ജയത്തിന് ഒരു ജയം ആവശ്യമാണ്, ജയോത്സവത്തിന് ജയം ആവശ്യമാണ്. ജയത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഒരു അഭിവൃദ്ധിയുണ്ട്, ഒരു ഉയർച്ചയുണ്ട്, ഒരു മാന്യതയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി യേശു ക്രിസ്തുവിൽ പറഞ്ഞിരിക്കുന്ന ഈ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നതായ ഈ വേദഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ആ വാക്യം ഞാൻ പറഞ്ഞുവല്ലോ. കൊലോസ്യ ലേഖനം 2:15 വാക്യത്തിൽ പറയുന്നത് ഒരു തോൽവി, അല്ലെങ്കിൽ ഒരു ശത്രുക്കളുടെ ഒരു നിരയെ തോൽപ്പിച്ച് ഒരു ജയിക്കുന്ന അനുഭവം, അതുപോലെ തന്നെ ഒരു ജയോത്സവത്തെക്കുറിച്ചും ആ വാക്യം അങ്ങനെ 2 ഭാഗമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തേത്, യേശുക്രിസ്തു കുരിശിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് പരസ്യ കാഴ്ചയാക്കി തീർത്തു. അപ്പോൾ ഒരു വാഴ്ചകളെയും അധികാരങ്ങളെയും എന്ത് ചെയ്തിരിക്കുക? ആയുധവർഗം വെപ്പിച്ചു പരസ്യമായി കാഴ്ചയാക്കി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി തകർത്തു, അല്ലെങ്കിൽ ആ ശത്രുനിരയെ പൂർണ്ണമായി ഇല്ലാതാക്കി, തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള ഒരു ആശയമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു വലിയ വിജയം അവയെ പ്രാപിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ് കുരിശിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഒരു വലിയ വിജയം നൽകി, ആ വിജയം ശത്രുവിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയതായ ഒരു വിജയത്തെയാണ് അവിടെ കാണുന്നത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ, ഈ വാഴ്ചകളും അധികാരങ്ങളെയാണ് പൂർണ്ണമായി കീഴ്പ്പെടുത്തുവാനിടയായിത്തീർന്നത്. എന്താണ് ഈ വാഴ്ചകളും അധികാരം? വാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭരണ സംവിധാനം, അധികാരവർഗം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ്. പൗലോസിന്റെ കാലഘട്ടത്തിൽ ഗ്രീക്കിനും റോമൻ ഗവൺമെന്റിനും ഒക്കെ ഭരണ സംവിധാനങ്ങളുണ്ട്, അധികാരവർഗങ്ങളുണ്ട്. എന്നാൽ അവരെ ഒന്നും അല്ല എന്ത് ചെയ്തത്? ഈ ആശയത്തിൽ പറഞ്ഞിരിക്കുന്ന അവരെ തോൽപ്പിച്ച്
അവരെ ജയിച്ച് അല്ലെങ്കിൽ അവരെ കീഴ്പ്പെടുത്തി എന്നുള്ള ചിന്തയിലല്ല അവിടെ പറയുന്നത്. എങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യമോ റോമൻ സാമ്രാജ്യമോ അല്ല അവിടെ പറയുന്ന വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്നത്. നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസിന്റെ ഭാഷ്യത്തിൽ പറയുവാൻ ഇടയായി തീരുന്നത് ഈ പിശാചും അന്ധകാര ശക്തികളെ കുറിച്ചുമുള്ള കാര്യങ്ങളെയാണ്. അവർ വാഴ്ചകളെ നടത്തുന്നു, അധികാരങ്ങളെ നടത്തുന്നു എന്നുള്ള ആശയത്തിലാണ്. അവരെയാണ് ആയുധവർഗം വെപ്പിക്കുവാനിടയായി തീർന്നത്. അവരെയാണ് പരസ്യമായി കാഴ്ചയാക്കിയത്. അവരെയാണ് പൂർണ്ണമായി തകർത്ത് കളയുവാനിടയായി തീർന്നത്. ഈ ആശയം ഒന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് വേദഭാഗങ്ങൾ കൂടെ നമുക്ക് രണ്ട് ഭാഗങ്ങൾ കൂടെ ചിന്തിക്കുവാനിടയായി തീരണം. അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ആദം ഹവ്വ ആദ്യ പാപം ചെയ്ത സാഹചര്യത്തിൽ പാമ്പായിരിക്കുന്ന പിശാചിനോട് ദൈവം പറയുന്ന ഒരു ഭാഗമാണ് സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കുമെന്ന് പറയുന്നത്. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പാപം ചെയ്ത് അകന്നുപോയ മാനവലോകത്തിനോട് ഞാൻ നിങ്ങൾക്കൊരു രക്ഷകനെ അയക്കും. ഈ അകന്നുപോയ മാനവലോകത്തെ പാപം ചെയ്ത് പാപികളായി തീർന്ന മാനവജാതിയെ രക്ഷിക്കുവാനായി നിത്യമായ ശിക്ഷാവിധിയിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷിച്ച് ദൈവത്തോടു കൂടെ സ്വർഗത്തിൽ വാഴേണ്ടതിന് ഒരു പുത്രനെ സ്ത്രീയുടെ സന്തതി അയച്ച് ഇവരെ രക്ഷിപ്പാനിടയായി തീരുമെന്നുള്ള ആദ്യത്തെ പ്രവചനം ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരാണ് സ്ത്രീയുടെ സന്തതി? സ്ത്രീയുടെ സന്തതി എന്ന് പറയുന്ന കന്യകയിൽ നിന്ന് കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവ ദൈവപുത്രനാണ്. അത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു എന്താണ് ചെയ്തത്? സ്വത്രം സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തലയെ തകർക്കും. പാമ്പ് എന്ന് പറയുന്ന പിശാചാണ്. പാമ്പിന്റെ തലയെ തകർത്തു എന്ന് പറയുമ്പോൾ പാമ്പിനകത്ത് വലിയ വിഷമുണ്ട്. ആ വിഷം മൃഗത്തെയോ മനുഷ്യനെയോ കൊത്തിയാൽ അല്ലെങ്കിൽ കടിച്ചാൽ ആ വിഷം ആ മൃഗത്തെയോ മനുഷ്യനെയോ ജീവൻ നഷ്ടപ്പെടുവാനിടയായിത്തീരും. അത് കൊല്ലപ്പെടുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ പാമ്പിന്റെ തലയെ തകർത്താൽ ഇതിന്റെ വിഷമോ അതിനെ കൊത്തുന്ന അല്ലെങ്കിൽ കടിക്കുന്ന അനുഭവത്തിൽ വിഷം പകർന്ന് കൊല്ലപ്പെടുവാനൊന്നും ഇടയാകത്തില്ല. അതിന് പകരം ആ പാമ്പ് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുക. പാമ്പിൻ്റെ തലയെ തകർത്താൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്രകാരമുള്ള ഒരു തകർച്ചയാണ് സ്ത്രീയുടെ സന്തതിയായ യേശു ക്രിസ്തു അന്ധകാര ശക്തികളുടെ മേൽ ജയിക്കുവാൻ ഇടയായിത്തീർന്നത്. ഒന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ്? അന്ധകാര ശക്തികളുടെ ഹെഡ് ഓഫീസ് പാമ്പിന്റെ തല എന്ന് പറയുന്നത് പോലെ ഈ വാഴ്ചകളുടെയും അധികാരങ്ങളുടെ ഹെഡ് ഓഫീസ് തകർത്ത് കളയുവാനിടയായിത്തും. ഒരു രാജ്യത്തിന്റെ ഹെഡ് ഓഫീസ് തകർത്ത് കളഞ്ഞാൽ ആ രാജ്യത്തെ നിഷ്പ്രയാസം തോൽപ്പിക്കുവാനിടയായിത്തീരും. ഏത് രാജ്യമാണ് തകർത്ത് കളഞ്ഞത് ആ രാജ്യം പെട്ടെന്ന് വിജയത്തിലേക്ക് പോകുവാനിടയായിത്തീരും. അപ്പോൾ തലയെ തകർത്തു എന്ന് പറയുന്നത് ഈ അധികാരത്തെയും ഈ വാഴ്ചകളെയും പൂർണ്ണമായി പരാജയപ്പെടുത്തിയതാണ് കുരിശിലെ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ വിവരിക്കുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പലരും ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ പൈശാചികമായ നാം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത നിലയിൽ, എന്നാൽ പല നിലകളിലും ഓരോ കുടുംബങ്ങളിലും ഓരോ പ്രിയപ്പെട്ടവരും വലിയ പ്രയാസത്തിലൂടെ കടന്നു പോവുകയാണ്. അന്ധകാര ശക്തികൾ അനേകരുടെ ജീവിതങ്ങളെ ബന്ധിച്ച് തകർത്ത് തരിപ്പണമാക്കുകയാണ്. അനേക തലമുറകളെ, അനേക യൗവനക്കാരെ ഒക്കെ ഇതുപോലെ പിശാച് എന്ത് ചെയ്തിരിക്കുക? പല നിലകളിൽ ഭക്ഷണത്തിലൂടെ, സ്നേഹത്തിന്റെ ഭാവത്തിലൊക്കെ ഇത് പിശാച് എന്ത് ചെയ്തിരിക്കുക? ഓരോ പ്രിയപ്പെട്ടവരെയും ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുവാനായിട്ടിടയാകും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പല ഭവനങ്ങളും വലിയ കണ്ണുനീരോടെ പ്രയാസത്തോടെ പോയിക്കൊണ്ടിരിക്കുക. ആത്മഹത്യ എന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് പറയുന്ന പല പ്രിയപ്പെട്ടവരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യൻ ഈ പിശാചിൻ്റെ കെണിയിൽ അകപ്പെട്ട് ബന്ധനത്തിലായി ഒന്നിനും കഴിയാതെ, നിവർന്ന് നിൽക്കാൻ കഴിയാതെ വലിയ രീതിയിൽ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ചിലപ്പോൾ കടബാധ്യതയായിരിക്കാം, ചില രോഗങ്ങളായിരിക്കാം, ചില ശാപം പോലെ ആയിരിക്കാം, ചില തലമുറകളുടെ മേലായിരിക്കാം, ഭാവിയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കാം. ഇങ്ങനെ പ്രയാസപ്പെടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് പലപ്പോഴും ഈ അന്ധകാര ശക്തികൾ ചില ഭവനങ്ങളിൽ ചില പ്രിയപ്പെട്ടവരുടെ മേലെ സ്വാധീനിച്ചത് കൊണ്ടാണ്, അവരെ കീഴാക്കിയത് കൊണ്ടാണ്, അവരെ അടിമപ്പെടുത്തിയത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് തൻ്റെ കുരിശിൽ തൻ്റെ മരണത്തിലൂടെ നടന്നത്
ആമേൻ സ്തോത്രം, പിശാചിന്റെ പ്രവൃത്തികളെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയത് കൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും ആമേൻ നിനക്കും നമുക്ക് യേശുവിൽ വിശ്വസിക്കുന്ന ആർക്കാണോ യേശുവിനൂടെ പാപമോചനം പ്രാപിച്ച് യേശുവിൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആമേ ആരുടെ ഉള്ളിലാണോ യേശു ക്രിസ്തു വാഴുന്നത്, ആമേ അവർ ആരാണോ ആ കർത്താവിൻ്റെ കൽപ്പനയായിരിക്കുന്ന സ്നാനം ഏറ്റെടുത്തിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഈ പിശാചിൻ്റെ പ്രവൃത്തികൾ നിൽക്കാൻ കഴിയത്തില്ല. അത് കത്തിച്ചാമ്പലായി തീരുവാനിടയാകും, അത് ഉടഞ്ഞു പോകുവാനിടയായി തീരും. ആ ജീവിതത്തിനും ആ കുടുംബത്തിനും വലിയ സമാധാനവും സന്തോഷവും വരുവാനായിട്ടിടയാകും. അപ്പോൾ ക്രൂശിൽ ശത്രുവിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയവർക്ക് ഒരു ജയമുണ്ട്. ആ ജയം ആമേ നമുക്ക് അവകാശപ്പെട്ടതാണ്. ആമേ അത് പ്രാപിക്കുന്നവരെ കുറിച്ച് ഒരു രാജ്യത്ത് ഒരു ജയം ലഭിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹവും ആ സന്തോഷവും അഭിവൃദ്ധിയും ഉയർച്ചയും അനുഭവിക്കുവാനായിട്ട് കഴിയും. അങ്ങനെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് ഈ അന്ധകാര ശക്തികളെ തകർക്കുവാൻ, അവരുടെ ജീവിതത്തിൽ ഇല്ലാതായി തീരുവാൻ, അങ്ങനെ ഒരു വലിയ സമാധാനവും സന്തോഷവും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കുമോ? കർത്താവേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ കൃപ തരണമേ. ആ പ്രിയപ്പെട്ട ജീവിതത്തിൽ ശത്രു ഏതെങ്കിലും നിലയിൽ വെല്ലുവിളിച്ച് എന്നെ തകർക്കുമെന്ന് ആമേ ഭയപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോകട്ടെ. എന്തുകൊണ്ടാണ് പൗലോസ് അപ്രകാരം പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ദൈവം തന്നെ പ്രവചിച്ചതായ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലെ കാര്യങ്ങൾ കാണുവാനിടയായിത്തോളും. ആ അടിസ്ഥാനത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ, അല്ലേ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗവും വെപ്പിച്ച് പരസ്യമാക്കി തീർക്കുവാനിടയായിത്തോളും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ 7 മൊഴികളുണ്ട്. ആ 7 മൊഴികളിലെ 2 മൊഴികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ആ വാക്കുകളുടെ ആശയം നമ്മൾ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തു അവിടെ വലിയൊരു വിജയം നമുക്ക് നൽകിത്തരുന്നതായ ഭാഗം ഒന്ന്, ഇതെല്ലാം സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞ ഒരു വാചകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാം നിവൃത്തിയായി എന്ന് പറയുന്ന വാചകം ഇതൊരു തോറ്റവൻ്റെ വാചകമല്ല, അത് വലിയൊരു പ്രവൃത്തി തികച്ചതിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു അതെന്ന് കാണുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഇത് തളർന്നു പോയ ഒരു വ്യക്തിയുടെ വാക്കല്ലാതെ എന്ന് കാണുവാൻ, ഒരു വലിയ ഉദ്ദേശം, ഒരു വലിയ പ്രവൃത്തി ചെയ്ത് നിറവേറ്റി കഴിഞ്ഞതിൻ്റെ ആ പ്രഖ്യാപനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ആ കാര്യങ്ങൾ? നമുക്ക് ദൈവവചനം ആദ്യം മുതൽ അവസാനം വരെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അമ്മയെ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ പാപികളായി തീർന്ന മാനവലോകം, പാപത്തിൻ്റെ ശിക്ഷയും ശാപവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന മാനവലോകം, പാപത്തിൻ്റെ ശിക്ഷയായും മരണവും മരണത്തിനപ്പുറം നിത്യമായ ശിക്ഷയും അങ്ങനെ അനുഭവിച്ച് പോകേണ്ട മാനവലോകത്തെ എന്ത് ചെയ്തിരിക്കുക? രക്ഷിപ്പാനായി വാഗ്ദത്തം ചെയ്തത് പ്രകാരം, പ്രവചനപ്രകാരം ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് പാപത്തിന് പരിഹാരം വരുത്തുവാനിടയായി തീർന്നു. കുരിശിലെ പാപങ്ങൾ കുരിശിൽ മാനവലോകത്തിന് മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് ആ പാപങ്ങളെ ശിക്ഷ അനുഭവിച്ച തൻ്റെ കുരിശിലെ മരണം മുഖാന്തരം അതിൽ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറയുകയും അവനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സ്തോത്രം, ഈ നഷ്ടപ്പെട്ടു പോയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവലോകത്തെ തിരിച്ച് നേടുവാനായിട്ട് ദൈവം ചെയ്യേണ്ടതായ സകല കാര്യങ്ങളും ചെയ്തു തീർന്നു എന്നുള്ള പ്രഖ്യാപനമാണ്, വിളംബരമാണ് അവിടെ യേശു കർത്താവ് അവിടെ പറയുന്ന കാര്യത്തിൽ മനസ്സിലാക്കുവാനിടയാകേണ്ടത്. സകലതും നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാനവലോകത്തെ വീണ്ടെടുക്കുവാൻ, പാപികളായവരെ രക്ഷിപ്പാൻ ദൈവം ചെയ്യേണ്ടതായ സകല കാര്യങ്ങളും ചെയ്തു. ഇനി നമുക്കത് വിശ്വാസത്തോടെ അത് സ്വീകരിച്ചാൽ മതി. മറ്റ് കർമ്മങ്ങളോ മറ്റു പ്രവൃത്തികളോ ചെയ്യേണ്ടതില്ല എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വാചകം ഇങ്ങനെയാണ്: 2 കള്ളന്മാരുടെ നടുവിലാണ് കുരിശിൽ തറയ്ക്കുവാനിടയായിത്തീർന്നത്. അതിൽ ഒരു കള്ളൻ മാനസാന്തരപ്പെടുന്നതായ ഒരു സാഹചര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാനസാന്തരപ്പെട്ട കള്ളനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഒരു തോറ്റവന്റെ വാചകമല്ല അത്. സൃഷ്ടാവായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വാക്കാണ് അതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. സ്വർഗം നൽകുവാൻ കഴിയുന്നത്
പാപമോചനം നൽകുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ വാക്തത്വമാണ് അവിടെ പ്രഖ്യാപിക്കുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ പാപമോചനമോ സ്വർഗീയ പ്രവേശനമോ സാധ്യമല്ല. മറ്റ് ഒരു സംവിധാനത്തിലൂടെയും പാപമോചനമോ സ്വർഗപ്രവേശനമോ സാധ്യമല്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് നമുക്ക് ആ വിഷയത്തിലേക്ക് നമുക്ക് കിടക്കാം. ഒരു ജയത്തിന് വേണ്ടി ഒരു ജയം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജയോത്സവം നടത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. ജയത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, ഉയർച്ചയുണ്ട്, മാന്യതയുണ്ട്. ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെട്ട് സമാധാനം എന്തെന്നില്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവം നമ്മെ ജയിച്ചവനാ നമ്മുടെ ദൈവം. പിശാചിന്റെ പ്രവൃത്തികളെ തകർത്ത് കളഞ്ഞവനാണ് നമ്മുടെ ദൈവം. നിന്റെ ജീവിതത്തിൽ ഈ ദൈവം ഹൃദയത്തിൽ വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ അന്ധകാര ശക്തികളുടെ മേൽ ഒരു ജയം നിനക്ക് നൽകി തരുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ജയം ഉണ്ടാകട്ടെ. അന്ധകാര ശക്തികളുടെ ബലത്തെ കെട്ടുപോകുവാനിടയാകട്ടെ. ഒരു ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയായി തീരട്ടെ. ഒരു ജയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിപ്പാനിടയായി തീർന്നത്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ഒരു പരാജിതനല്ല, തോൽവിയേറ്റുള്ള ഒരാളല്ല, അവിടെ ജയിച്ചവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ഒരു വലിയ വിജയം ഉണ്ടാക്കിയവനാണ്. രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഒരു ജയോത്സവമായി നമ്മെ നടത്തുമെന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ദൈവവചനം, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വാക്കുകളൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ രാജ്യങ്ങളോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു യുദ്ധത്തിൽ ജയിക്കുമ്പോൾ വലിയൊരു വിജയം, അവരവരുടെ രാജ്യത്തിന് നാശനഷ്ടങ്ങൾ അധികം വരാതെ മറ്റുള്ള രാജ്യത്തെ പൂർണ്ണമായി പരാജയപ്പെടുത്തി ഒരു വലിയ വിജയം ലഭിക്കുമ്പോൾ ഭരണ സംവിധാനങ്ങൾ ഈ വിജയത്തെ ആഘോഷിക്കാനായി ഒരു ഉത്സവം പോലെ ഒരു ദിവസം ആഘോഷിക്കാനായിട്ട് വയ്ക്കും. അത് ഒരു സാംസ്കാരിക ഉത്സവമാണ്, സാംസ്കാരികമായിട്ടുള്ള ഒരു ഉത്സവം പോലെ നടത്തും. അപ്പോൾ തന്നെ അതൊരു മതപരമായ ഒരു ചടങ്ങും കൂടെയാണ്. ഒരു മതപരമായ ചടങ്ങ് പോലെ ആണ് ജയോത്സവത്തിൻ്റെ അന്ന് നമുക്ക് പൗലോസ് അപ്പോസ്തലൻ ചിത്രീകരിച്ച് നമുക്ക് തരുന്നത്. പൗലോസ് മാത്രമല്ല, ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് മർക്കോസും അപ്രകാരമാണ് യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തോടുള്ള ബന്ധത്തിൽ വിവരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇപ്പോൾ ജയോത്സവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിന് ജയത്തിന് കാരണമായിരിക്കുന്ന സൈന്യാധിപനെ വിളിച്ച് എന്തു ചെയ്യും? ഒരു കിരീടമുണ്ടാക്കും, വളരെ വില കൂടിയ രാജകീയ വസ്ത്രം ധരിപ്പിക്കും. അന്ന് നടന്നുകൊണ്ട് നടന്നുകൊണ്ടുള്ള ഒരു ആഘോഷയാത്രയായിരിക്കും. കുന്നിൻ്റെ മുകളിൽ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നന്ദി സൂചകമായി അർപ്പിക്കുവാനായി ഒരു യാഗമൃഗം കൂടെ ആ ഘോഷയാത്രയിൽ ഉണ്ടായിരിക്കും. ആ യാഗമൃഗത്തെ കൊല്ലുവാനായിട്ടുള്ള ആയുധം ഒരാൾ ചുമക്കുവാനായിട്ട് ഇടയാകും. കുന്നിൻ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ട് പടയാളികളുടെ നടുവിൽ സൈന്യാധിപനെ നിർത്തി, ആ സമയത്ത് മതപരമായ ഒരു വിശ്വാസമുണ്ട്, ഒരു ആചാരമുണ്ട്. ആ സമയത്ത് അവൻ ഒരു ദേവനായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ സങ്കല്പിക്കുന്ന ഒരു കാര്യം കൂടെ അതിൽ കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് യാഗം അർപ്പിക്കുന്നതാണ് അന്ന് ജയോത്സവം എന്നുള്ള നിലയിൽ ഗ്രീക്കും റോമൻ സാമ്രാജ്യങ്ങളുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ആചാരം എന്ന് പറയുന്നത്. ഈ ആചാരത്തെ നോക്കിക്കൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇക്കാര്യത്തെ പറയുന്നത്. യേശു ക്രിസ്തു ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി എന്നാണ് പറയുന്നത്. അത് ഗാഗുൽത്താ മലയിൽ കുന്നിൻ്റെ മുകളിൽ അവൻ ദൈവമായിട്ട് തന്നെ യാഗമാക്കി തീർത്ത ഒരു ജയോത്സവത്തെക്കുറിച്ച് അവിടെ പൗലോസ് അപ്പോസ്തലൻ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ പീഡാസഹനത്തിന് മുൻപ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പട്ടാളക്കാർ യേശു ക്രിസ്തുവിനെ കിരീടം ധരിപ്പിക്കുന്നത് പോലെ മുൾമുടി മെടഞ്ഞ് അവൻ്റെ തലയിൽ വയ്ക്കുവാനിടയായിത്തീർന്നു. അവൻ്റെ വസ്ത്രം മാറ്റി അവനെ രാജകീയമായുള്ള ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം അവനെ ധരിപ്പിക്കുവാനിടയായിത്തീർന്നു. ഈ വസ്ത്രം നമുക്ക് കാണാൻ കഴിയുന്നത് കുരിശിൻ ചുവട്ടിൽ പട്ടാളക്കാർ ഈ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിട്ട് സ്വന്തമാക്കുന്നതായ വേദഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നീട് ഈ ഗാഗുൽത്താ മലയിലേക്ക് യേശു ക്രിസ്തു കുരിശ് ചുമന്ന് നടക്കുവാനായിട്ടിടയായിത്തീർന്നു. അവിടെ യാഗമൃഗം താൻ തന്നെയായിരുന്നു യാഗമൃഗമായി ചിത്രീകരിക്കുന്നത്. ഈ യാഗമൃഗത്തെ കൊല്ലുന്നതിനുള്ള ഉപകരണം ചുമക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുറേനേക്കാരനായ ശീമോൻ
നീഗ്രയായിരിക്കുന്ന ശീമോൻ എന്ത് ചെയ്തിരിക്കുക? ആ കുരിശ് ചുമന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ആ ജയോത്സവത്തെ കുറിച്ചിട്ടുള്ള ആ കാര്യത്തെ കുറിച്ചിട്ടാണ് ക്രൂശിൽ എന്ത് ചെയ്തു? ശത്രുവിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തുക മാത്രമല്ല, ആ വലിയ വിജയം നൽകിയ ഒരു അവസ്ഥയിൽ അവനെ ദൈവമായി ജയോത്സവം കൊണ്ടാടുന്ന ഒരു യാഗത്തെ കുറിച്ചും കൂടിയാണ് അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുവാനിടയാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ജയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനം തരും, ഒരു അഭിവൃദ്ധി വരും, ഒരു ഉയർച്ച വരുത്തും, ഒരു മാന്യത വരുത്തും. ഏതൊക്കെ നിലകളിലാണോ ഉയർന്നു വരുവാൻ കഴിയാത്തത്, ഒരു പ്രത്യേക കാര്യം കൂടെ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനിടയാകട്ടെ. ജയോത്സവം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ജയം എന്ന് പറയുന്നത് ഒരു ഭൗതികമായ നേട്ടമല്ല. എന്നാൽ പലരുടെയും ജീവിതത്തിൽ ഭൗതികമായി പിശാച് തകർത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശുവിനെ സ്വീകരിച്ച് വചനപ്രകാരം ജീവിച്ചുവെങ്കിൽ അവന്റെ പ്രാർത്ഥനയിലും ആരാധനയിലും അന്ധകാര ശക്തികൾ പൂർണ്ണമായി ഇല്ലാതായി തീരുവാനായിട്ടിടയാകും. നിന്നെ പിശാച് ഒതുക്കി വയ്ക്കുമ്പോൾ സ്വതന്ത്രം ഈ ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നതുകൊണ്ട് പിശാചിനെ നിന്നെ സ്വാധീനിക്കാൻ കഴിയത്തില്ല, നിന്നെ തകർത്ത് കളയാൻ കഴിയത്തില്ല, അവൻ്റെ പദ്ധതികൾ വെച്ച് നിന്നെ ബന്ധിച്ച് കളയാൻ കഴിയത്തില്ല, നിന്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ കഴിയത്തില്ല, നിന്റെ കുടുംബത്തെ തകർത്ത് കളയാൻ കഴിയത്തില്ല, നിന്റെ തലമുറകളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല, നിന്റെ നന്മകളെ തകർത്ത് കളയാൻ കഴിയത്തില്ല. പിന്നത്തേതിൽ ദൈവം നിന്നെ മാനിക്കുവാനും അനുഗ്രഹിക്കാനിടയായിത്തീരും.